മച്ചാമരെ ഇത് കണ്ട ഈ ഒരു മനോഹരമായ പൂവുണ്ട്. അതെന്ത് പൂവെന്നറിയോ? ഡ്രാഗൺ ഫ്രൂട്ട് പൂവിട്ട തട്ടാം. ഞാനിപ്പോഴാണ് എൻ്റെ വീട്ടിൽ കാണുന്നത്. ഇത് അനിയത്തി ട്രെഡ്സിൻ്റെ മുകളിൽ കുറേ കഷ്ടപ്പെട്ട് വളർത്തി ഇത്ര സെറ്റാക്കി, അതുപോലെ പൂവിട്ട് പ്രതിഫലം കണ്ടു. അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യണം? പൂവ് ഒറ്റ ദിവസം വിരിയും, ആ ദിവസത്തിൽ തന്നെ നമ്മൾ പരാഗണം ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ചുറ്റോറം കാണുന്ന പൂവുണ്ട്, ആ പൂവിൻ്റെ ഇടയിലൊരു പൂവ് ഇരിക്കുന്ന പെൺപൂവ്, ചുറ്റോറം കാണുന്ന താൺപൂവ്. അപ്പോൾ അതിൽ നിന്നുള്ളൊരു പൊടിയുണ്ട്. ആ പൊടി എടുത്ത് നമ്മൾ എന്ത് ചെയ്യണം? കളക്ട് ചെയ്തിട്ട് അതുപോലെ പെൺപൂവിൽ നിറച്ച് സെറ്റാക്കി അതിനെ കവറിട്ട് മൂടിയാണ് നമ്മളെ ഇന്നത്തെ ടാസ്ക്. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ 2 മുട്ടിട്ട് വെച്ചിട്ടുണ്ട്, 2 മുട്ടിട്ട് സെറ്റായിട്ടുണ്ട്. പിന്നെ അത് ഇനി വിരിയണം, അത് ഇതുപോലെ ചെയ്ത് കൊടുക്കണം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യട്ടോ. അതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ വളർത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്യൂ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മോട് ചോദിക്കും. നമ്മൾ എങ്ങനെയാണോ ഇതിൻ്റെ രീതിയിൽ കൊണ്ടുനടത്തിയത് അത് നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നിങ്ങൾ പരമാവധി സപ്പോർട്ട് ചെയ്യും, വീഡിയോ കാണും. അതുപോലെ അടുത്ത് ഇതേപോലെ നമ്മൾ കുറേ വീഡിയോസ് ഉണ്ട് വരും. മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ധനിയത്തിയാണ് ഇതിൻ്റെ ഒരു മെയിൻ ആൾ. അതുപോലെ കുറേ ഐറ്റംസ് ഉണ്ട്, കുറേ താമര, അതുപോലെ മുന്തിരിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണിച്ചു തരാം. മഴക്കാലമൊക്കെ ആണ്, അപ്പോൾ എല്ലാവരും ഉഷാറായിട്ട് ഇരിക്കും. ഉഷാറല്ലേ? അപ്പോൾ വീഡിയോ സപ്പോർട്ട് ചെയ്യട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ആരെയും കൂടുതൽ സംസാരിച്ച് ബോറടിപ്പിക്കില്ല.